തുടർന്ന് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ നാം അല്പസമയമായിരിക്കുമ്പോൾ കർത്താവ് തൻ്റെ വചനത്താൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. മതി. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളുമായി പങ്കുവെച്ച ഒരു തിരുവചന ഭാഗമുണ്ട്. ദൈവത്തിന് എല്ലാത്തിനും ഒരു തക്ക സമയം ഉണ്ട്. ആ തക്ക സമയത്ത് ദൈവം എല്ലാം നന്നായിട്ട് എന്ത് ചെയ്യുന്നവനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചത്, കർത്താവ് ഈ ഭൂമിയിൽ വന്നതും തൻ്റെ പ്രവർത്തികളും എല്ലാം പ്രവാചകന്മാർ മുഖാന്തരം മുന്നമേ അരുളി ചെയ്തതിന് നിവൃത്തി ആകത്തക്ക നിലയിലാണ് സംഭവിപ്പാൻ ഇടയായിത്തീർന്നത്. റോമാലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം കൂടെ അതോട് ചേർത്ത് നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ആ പദം നമ്മൾ ശ്രദ്ധിക്കണം. നാം ബലഹീനൻ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ക്രിസ്തുവിൻ്റെ മരണം തക്ക സമയത്തുള്ള മരണമായിരുന്നു. സ്തോത്രം. അവളിങ്ങിച്ചിരുന്ന് ക്രിസ്തുവിൻ്റെ മരണം തക്ക സമയത്തുള്ള മരണമായിരുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ ജനനം തക്ക സമയത്തായിരുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ, അല്ലേ? കാലസമ്പൂർണത വന്നപ്പോൾ കർത്താവിൻ്റെ ജനനം സംഭവിച്ചു. അപ്പോൾ പിതാവായ ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന, അല്ലേ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അപ്പോൾ കാലസമ്പൂർണത വന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്ന അതിൻ്റെ അത്തക്ക സമയം വന്നപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? ജനിപ്പാൻ ഇടയായിത്തീർന്നു. തൻ്റെ പ്രവർത്തികളെല്ലാം തക്ക സമയത്തുള്ള പ്രവൃത്തിയായിരുന്നു. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം എന്ത് ചെയ്തു? വീഞ്ഞാക്കി. യേശുവിൻ്റെ അമ്മയായ മറിയ വന്ന് യേശുവിനോട് പറയുന്ന ആ ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. അവർക്ക് വീഞ്ഞ് ഇല്ല, വീഞ്ഞ് തീർന്നു പോയി. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ അത് പ്രവർത്തിക്കാൻ കർത്താവിനൊരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ടായിരുന്നു. ആ സമയമായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പ്രവർത്തിക്കുകയാണ്. ആ സമയമായപ്പോൾ കർത്താവ് പ്രവർത്തിക്കുകയാണ്. ഇവിടെ റോമാലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. ആ വാക്യം ഒരിക്കൽ കൂടെ, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത്, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ഇന്ന് പകൽ വേളയിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തുവിന്റെ മരണം തക്ക സമയത്തുള്ള മരണമായിരുന്നു. സ്തോത്രം. അതോർത്തൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? എങ്ങനെ അത് തക്ക സമയമായത്? പല കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 6, നാം ബലഹീനരായിരുന്നപ്പോൾ തക്ക സമയത്ത് ക്രിസ്തു എന്ത് ചെയ്തു? മരിച്ചു. അതേ വാക്യത്തിൽ തന്നെ, നാം അഭക്തരായിരുന്നപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആരായിരുന്നു? പാപികളായിരുന്നു. നമ്മൾ പാപികളായിരുന്നപ്പോൾ
ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ ഇടയായി തീർന്നു. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കോപത്തിൻ്റെ മക്കളായിരുന്നു, അല്ലെ? കോപത്തിലായിരുന്നു. അപ്പോൾ കോപത്തിലായിരുന്നപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ശത്രുക്കളായിരുന്നു, അല്ലെ? ശത്രുക്കളായിരുന്നു. അപ്പോൾ നോക്കി, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ, നമ്മൾ അഭക്തരായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ കോപത്തിലായിരുന്നപ്പോൾ, നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, ഇതെല്ലാം ഉള്ളപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ! അങ്ങനെ ക്രിസ്തു തക്ക സമയത്ത് മരിച്ചതിനാൽ കൃപയാൽ നമ്മുടെ ബലഹീനതകൾ മാറാനിടയായി തീർന്നു. ഹല്ലേലൂയ! നമ്മുടെ അഭക്തി മാറി നമ്മൾ ഭക്തരായി തീർന്നു. അതുപോലെ നമ്മൾ പാപികളായിരുന്നു, നമ്മുടെ പാപം മാറി നമ്മൾ ഹല്ലേലൂയ നീതീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു, സൗമ്യതയുടെ ആത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കാൻ ഇടയായി തീർന്നു. നമ്മൾ ശത്രുക്കളായിരുന്നു, എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിന്റെ കുടുംബക്കാർ ആയി തീരത്തക്ക നിലയിലുള്ളതായ അനുഭവം ദൈവം നമുക്ക് തന്നു. അതോർത്ത് ആണ് നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കേണ്ടത്. അപ്പോൾ ക്രിസ്തുവിന്റെ മരണം തക്ക സമയത്തായിരുന്നു. അങ്ങനെ തക്ക സമയത്ത് കർത്താവ് കാൽവറിയിൽ മരിച്ചതിനാൽ ഇന്ന് പകൽവേളയിൽ നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. നമ്മുടെ കോപം മാറി, നമ്മുടെ ശാപം മാറി, നമ്മുടെ അകൃത്യം മാറി, നമ്മുടെ പാപം മാറി, നമുക്ക് കൃപയാൽ വീണ്ടെടുപ്പ് തൻ്റെ മരണത്താൽ ലഭിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ, കാൽവറി മലമേൽ കയറി മുൾമുടി. ആമേ എൻ്റെ വേദന വാവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നതിനാൽ, എൻ്റെ വേദന വാവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നതിനാൽ, എൻ്റെ യേശു എനിക്കു അവനെന്നുമെന്നും ആപത്തിൽ വൻപ്രയാസ് മനമേ അവൻ ആമേൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ പ്രിയമുള്ളവരെ, കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണം നിമിത്തം കൃപയാൽ ദൈവമക്കളായി തീരാനുള്ള വലിയ പദവി കർത്താവ് നമുക്ക് തന്നു. അതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം. പരിശുദ്ധാത്മാവ് നമ്മോട് എല്ലാവരോടും ആ തിരുവചന ഭാഗത്തുകൂടെ ഇന്ന് പകലിൽ സംസാരിക്കുമാറാകട്ടെ. യെശയ്യാപ്രവചനം 60-22 വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. പ്രിയമുള്ളവരെ, ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആ തക്ക സമയമാകുമ്പോൾ അതിനെ ശീഘ്രമായിട്ട് ദൈവം എന്തു ചെയ്യും? നിവർത്തിക്കും. തക്ക സമയത്ത് ആർക്കാണ്? ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത്. സമയമുണ്ടെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിലെ ചില ചിന്തകളിൽ കൂടെ വരേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗം ത്തുകൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് എല്ലാവരോടും ഇടപെടേണ്ടതിനായിട്ട് പ്രാർത്ഥന. തക്ക സമയത്ത് ദൈവം ആർക്കാണ് കാര്യങ്ങൾ നിവർത്തിക്കുന്നത്? തക്ക സമയത്ത് ദൈവം എന്താണ് നിവർത്തിക്കുന്നത്? എന്താ നിവർത്തിക്കുന്നത് എന്നും ആർക്കാ നിവർത്തിക്കുന്നത് എന്നും അറിയാൻ അതിൻ്റെ 60-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം,
നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കാ ഒരു എഴുന്നേൽപ്പ് ആവശ്യമായിരിക്കുന്നത്? എഴുന്നേൽക്കാനാ പറയുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. അപ്പോൾ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ആരോ വീണ് കിടക്കുകയാണ്. ആരോ കിടക്കുകയാണ്. വീണ് കിടക്കുന്നവർക്കാണ് ഇവിടെ ഒരു എഴുന്നേൽപ്പിൻ്റെ ആവശ്യം ഉള്ളത്. അപ്പം ആരാ ഇങ്ങനെ വീണ് കിടക്കുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. തക്ക സമയത്ത് ഞാൻ ശീഘ്രമായി അതിനെ നിവർത്തിക്കുമെന്ന് പറയുമ്പോൾ എന്താ നിവർത്തിക്കുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. അപ്പോൾ ആരാ എഴുന്നേൽക്കേണ്ടുന്നത്? ആർക്കാ ഒരു എഴുന്നേൽപ്പ് വേണ്ടുന്നത്? കുറച്ചുകൂടെ പുറകോട്ട് പോകാം. 49-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 49-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 49-ന്റെ 6-ാമത്തെ വാക്യം. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും, ശ്രദ്ധിക്കണേ, നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടുന്നതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. മതി ബാക്കിയുള്ള ഭാഗങ്ങൾ വിട്ടേക്കാൻ. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടുന്നതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. അപ്പോൾ ആരാ വീണ് കിടക്കുന്നത്? യാക്കോബിൻ്റെ ഗോത്രങ്ങൾ, അതായത് ഇസ്രായേൽ ജനതയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വീണ് കിടക്കുന്നത്. തക്ക സമയത്ത് നമ്മൾ ഇച്ചിരി പുറകിലോട്ട് പോവുകയാണ്. സ്തോത്രം. അപ്പോൾ തക്ക സമയത്ത് ഞാൻ ശീഘ്രമായി അത് നിവർത്തിക്കുമെന്ന് പറയുമ്പോൾ എന്താ ദൈവം ശീഘ്രമായി നിവർത്തിക്കുന്നത്? എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുന്ന ഒരനുഭവമാണ് ദൈവം ശീഘ്രമായി നിവർത്തിക്കുന്നത്. പിന്നീട് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്തോത്രം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകും. ഈ ഒരു അനുഭവത്തിൽ മാത്രം നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം നോക്കുക, സ്തോത്രം, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരും. അപ്പോൾ ആരോ വീണ് കിടക്കുക. ആരാ വീണ് കിടക്കുന്നതെന്ന് 49-ന്റെ 6-ൽ പറയാം. നീ യാക്കോബിൻ്റെ അപ്പോൾ യാക്കോബിൻ്റെ ഗോത്രങ്ങൾ, അതായത് ഇസ്രായേൽ, യാക്കോബിൻ്റെ മക്കളാണല്ലോ ഇസ്രായേൽ ഗോത്രങ്ങൾ 12 അല്ലേ? ഇസ്രായേൽ ഗോത്രങ്ങൾ 12 യാക്കോബിൻ്റെ മക്കളാണ്. അവർക്ക് എന്താ സംഭവിച്ചത്? അവർ വീണ് കിടക്കുകയാണ്. എങ്ങനെ അവർ വീണ് കിടക്കുന്നത്? 1-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവചനം 1-ാമത്തെ അധ്യായം 2 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പറയുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. എന്നിട്ട് ഗദ്ഗദത്തോടെ സങ്കടത്തോടെ കർത്താവ് പറയുകയാണ്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല. 4-ാമത്തെ വാക്യത്തിന്റെ ആരംഭമാ, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ എന്ത് ചെയ്തു? നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അവർ പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ ഒരു പദം കൂടെ ഉണ്ട്, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? അപ്പോൾ ദൈവത്തെ വിട്ട് മാറിക്കളഞ്ഞ ജനം, എല്ലാവരും ശ്രദ്ധയോടെ, സ്തോത്രം. അപ്പോൾ ദൈവത്തെ വിട്ട് മാറിക്കളഞ്ഞ ജനം, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ മക്കൾ, അവര് ഇവിടെ ദൈവം വളരെ പ്രയാസത്തോട് പറയുകയാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് എന്ത് ചെയ്തിരിക്കുന്നു? മത്സരിച്ചിരിക്കുന്നു. കാളയായിരുന്നെങ്കിൽ അത് തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും കഴുത തൻ്റെ ആ അനുഭവങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? അറിയുന്നു. മൃഗങ്ങൾക്ക് പോലും ആ വിധത്തിലുള്ള അറിവുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവർ, ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നവർക്ക് ആ വിധത്തിലുള്ള അറിവില്ലാതെ അവർ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുറകോട്ട് മാറിക്കളഞ്ഞു. അതുകൊണ്ട് തമ്പുരാൻ അവരെ അടിച്ചു. സ്തോത്രം. ദൈവം അവരെ എന്ത് ചെയ്തു? അടിച്ചു. അപ്പോൾ അടികൊണ്ട് വീണ് കിടക്കുന്ന ഒരു ജനം, അടികൊണ്ട്
വീണ് കിടക്കുന്ന ഒരു ജനം. ദൈവത്തിന്റെ അടി കൊണ്ട് ഒരു കൂട്ടം ജനം എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ് കിടക്കുകയാണ്. ഇനി അടി കൊള്ളുക മാത്രമല്ല, അടി കൊണ്ട് ചിലപ്പോൾ ആ അടി കൊണ്ട് ചുരുണ്ട് വീണ് കിടക്കുക, എഴുന്നേൽക്കാൻ കഴിയാതെ വീണ് കിടക്കുന്ന ഒരു കൂട്ടം ജനം. ആരുടെ അടി കൊണ്ട്? ആരുടെ അടി കൊണ്ട്? ദൈവത്തിന്റെ അടി കൊണ്ട്. ദൈവത്തിന്റെ അടി കൊണ്ട് ചുരുണ്ട് കിടക്കുകയാണ്. ചിലർ അടി കൊണ്ട് ചുരുളുമല്ലോ ചില പിള്ളേര്, അല്ലേ? സ്തോത്രം. കാരണം അത്രമാത്രം അടിയുടെ കാഠിന്യം കൂടുമ്പോൾ അടി കൊണ്ട് ചുരുളുന്നത് പോലെ എഴുന്നേൽക്കാൻ കഴിയാതെ ഈ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യാണ്? അടി കൊണ്ട് ചുരുണ്ട് കിടക്കുക. പോരാ, അത്രമാത്രമല്ല, തമ്പുരാൻ മറ്റൊന്നുകൂടെ ചെയ്തു. ഹോശിയ പ്രവചനത്തിലേക്ക് വന്നേ. ഹോശിയ പ്രവചനം 5-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. ഹോശിയ പ്രവചനം 5-14-15 വാക്യങ്ങൾ. ഞാൻ എഫ്രൈമിനൊരു സിംഹം പോലെയും. ഞാൻ എഫ്രൈമിനെ, ദൈവം പറയുകയാണ്, ഒന്ന്, ദൈവം അവരെ അടിച്ചു വീഴ്ത്തിയിരിക്കുക. 2, ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദ്യ ഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി എന്ത് ചെയ്യും? ദൈവം പറയുന്നത്, ഞാൻ സിംഹം പോലെ, ഒരു ബാലസിംഹം പോലെ ഇസ്രായേൽ ജനതയെ, ഇത് രണ്ടു കൂട്ടർ, എഫ്രൈമും യഹൂദിയ 2 രാജ്യങ്ങളാണ് പറയുന്നത്, അവരെ ഞാൻ എന്ത് ചെയ്തിരിക്കും? സിംഹം പോലെ ഞാൻ കടിച്ചു കീറി പോയിക്കളയും, ഞാൻ പിടിച്ചുകൊണ്ടുപോകും, ആരും വിടുവിക്കുകയില്ല. അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം. ദൈവം അവരെ ഒരു സിംഹം ഒരു മൃഗത്തെ കടിച്ചു കീറുന്നത് പോലെ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? കടിച്ചു കീറിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് തമ്പുരാൻ മാറിയിരുന്നിട്ട് പറയാ, അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ എന്ത് ചെയ്യും? അന്വേഷിക്കും. ഇനി 6-ാമത്തെ അധ്യായം കൂടെ 1-2 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച്. 6-ന്റെ 1-2 വാക്യങ്ങൾ കൂടെ. വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അപ്പോൾ ദൈവം ഇങ്ങനെ കടിച്ചു കീറി, സിംഹം കടിച്ചു കീറി ഇട്ടിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനതയെ എന്ത് ചെയ്തിരിക്കുകയാണ്? കടിച്ച് കീറി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാ, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടു. അപ്പോൾ ഇവിടെ അടിയുണ്ട്, കടിയുണ്ട്, അല്ലേ? സ്തോത്രം. ചായം കടിയല്ല, അടിയും കടിയും, അല്ലേ? ആരുടെ അടി? ദൈവത്തിന്റെ അടിയും ദൈവത്തിന്റെ കടിച്ചു കീറലും രണ്ടും അവിടെ ഉണ്ട്. എന്നിട്ട് പറയാണ്, വരുവിൻ. അടുത്ത വാക്യം, 2-ാമത്തെ വാക്യം. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. അടി കൊണ്ട് ചുരുണ്ട് കിടക്കുന്ന ജനം, കടിച്ച് കീറപ്പെട്ട് ജീവനറ്റ് കിടക്കുന്ന ജനം, അല്ലേ? അടികൊണ്ട് ചുരുണ്ട് കിടക്കുന്ന ജനം, കടിച്ച് കീറപ്പെട്ട് ജീവനറ്റ് കിടക്കുന്ന ജനം. ഇവരെ എന്നും അടിച്ച് തല്ലി ചുരുട്ടി ഇടാനല്ല ദൈവത്തിന്റെ ഉദ്ദേശം. പ്രത്യുത, ഹല്ലേലൂയ, ഇവരെ എന്നും കടിച്ചു കീറി നശിപ്പിച്ചിടാനല്ല ദൈവത്തിന്റെ ഉദ്ദേശം. അവർ ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. ഹല്ലേലൂയ, അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ഇവരാരുടെ മക്കളാണ്? ദൈവത്തിന്റെ മക്കളാണ്. അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് ദൈവം മാറിപ്പോയി ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ? തൻ്റെ സ്ഥലത്ത് ഇരിക്കുകയാണ്. അവന്റെ അടുക്കലേക്ക് കുറ്റം ഏറ്റുപറഞ്ഞ് അനുതാപത്തോടുകൂടെ അവന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ, ഇന്ന് പകൽവേളയിൽ 2-ാമത്തെ ദിവസം അടികൊണ്ട് ചുരുണ്ട് കിടക്കുന്ന, കടികൊണ്ട് കടിച്ചു കീറപ്പെട്ട് കിടക്കുന്ന ആ ജനത്തെ ജീവിപ്പിക്കാൻ എൻ്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവരെ ജീവിപ്പിക്കുക മാത്രമല്ല, അവരെ ജീവിച്ച് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനും എൻ്റെ ദൈവം ശക്തിയുള്ളവനായ ദൈവമാണ്. സ്തോത്രം. അവരെ ആ വിധത്തിൽ അവിടെ നിന്ന് ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ ദൈവശക്തിയുള്ള ദൈവമാണ്. ആ അനുഭവത്തോടെ ഉള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ആ അനുഭവത്തോടുള്ള എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം യാക്കോബിൻ്റെ 12 മക്കളാണല്ലോ ഇസ്രായേൽ ഗോത്രങ്ങൾ. നമ്മൾ വായിച്ചു 49-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിച്ചു. യാക്കോബിൻ്റെ മക്കളെ എന്നുള്ള ആ പദം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ യാക്കോബിൻ്റെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ അടികൊള്ളാനും അതുപോലെ അവര് ദൈവത്താൽ കടിച്ചു കീറപ്പെടാനും ഒക്കെ ഇടയായത്?
ഈ 12 സ്വഭാവക്കാരാണ് അല്ലേ? യാക്കോബിൻ്റെ മക്കൾ 12 സ്വഭാവക്കാരാണ് അല്ലേ? എല്ലാവരും പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ സംസാരിക്കുമെന്ന എൻ്റെ വിചാരം. സ്തോത്രം. അപ്പോൾ ഈ യാക്കോബിൻ്റെ മക്കൾ 12 ഇവരുടെ സ്വഭാവം അറിയണമെങ്കിൽ അപ്പനെ മക്കളുടെ സ്വഭാവം എന്ത് ചെയ്യത്തുള്ളൂ? അറിയത്തുള്ളൂ അല്ലേ? അപ്പനെ മക്കളുടെ സ്വഭാവം, ഓരോരുത്തരുടെയും സ്വഭാവം അപ്പന് വളരെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഈ 12 പേരുടെ ഈ സ്വഭാവം അവരുടെ അപ്പനായ യാക്കോബ് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അത് നമുക്ക് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിലാണ്. ഒന്നാമത്തെ മൂത്ത മകൻ്റെ ആ ഓർഡറിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. മൂത്ത മകൻ്റെ പേര് രൂപേൻ എന്നാണ്. പക്ഷേ അതിൻ്റെ 4-ാമത്തെ വാക്യം രൂപേൻ വെള്ളം പോലെ എന്ത് ചെയ്യുന്നവനാണ്? തുളുമ്പുന്നവനാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേക നിലപാടുകളൊന്നും, ഇന്നൊരു നിലപാട് നാളെ വേറെ ഒരു നിലപാട്, അങ്ങനെ നിലപാടുകളില്ലാത്ത, പ്രത്യേക നിലപാടുകളില്ലാത്ത ഒരു മനുഷ്യൻ. അതുമാത്രമല്ല അവന് സ്വഭാവ ദൂഷ്യവും ഉണ്ട് അല്ലേ? അവൻ്റെ സ്വഭാവ ദൂഷ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്ര നല്ല സ്വഭാവമൊന്നും അല്ല ആരുടെ? രൂപേൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അവസരം കിട്ടിയാൽ അവൻ എന്ത് ചെയ്യും? സ്തോത്ര, അവൻ്റെ സ്വഭാവം അവൻ വെളിപ്പെടുത്തും. അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ ആ ഭാഗമൊക്കെ വായിച്ചോ, എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രയ്ക്ക് നല്ല സ്വഭാവമൊന്നും അല്ല ആരുടെ സ്വഭാവം? രൂപേൻ്റെ സ്വഭാവം. അതുകൊണ്ട് അപ്പം തന്നെ പറഞ്ഞ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞു, നീ ശ്രേഷ്ഠനാകത്തില്ലെന്ന് പറഞ്ഞത്. ഇനിയും അടുത്ത 2 മക്കളാണ് ശിമയോനും ലേവിയും. ഇവരെപ്പോഴും എന്തുകൊണ്ട് നടക്കുന്ന? വാളും ഒക്കെ കൊണ്ട് നടക്കുന്നവരാ അല്ലേ? കായികാഭ്യാസികളാ, വാളും ഒക്കെ കൊണ്ട് നടക്കുന്നവരാ. ആരെ കണ്ടാലും വെട്ടും അല്ലേ? ആരെ കണ്ടാലും എന്ത് ചെയ്യും? വെട്ടുന്ന സ്വഭാവമുള്ളവരാണ് എന്നത് പറയുന്നത് അവരുടെ സ്വഭാവം എന്ന് 5-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരുടെ അപ്പം തന്നെ അവരെക്കുറിച്ച് 34 ഉൽപ്പത്തി 34-ന്റെ 30-ാമത്തെ വാക്യം, നിങ്ങൾ ദേശത്ത് എന്നെ എന്ത് ചെയ്തു? നാറ്റിച്ചു അല്ലേ? നിങ്ങൾ ദേശത്ത് 34-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ശേഖേമിൽ ചെന്ന് പാർത്ത സമയത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവസാനം അപ്പനായ യാക്കോബ് പറയാണ്, വായിച്ചോ. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും ഇടയിൽ പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിൽ ആക്കിയിരിക്കുന്നു. അപ്പൊ അപ്പനെ നാറ്റിച്ച് അപ്പനെ വിഷമത്തിലാക്കിയ മക്കളാണ് ആര്? ശിമയോനും ലേവിയും അല്ലേ? സ്തോത്രം. ഇനി യഹൂദയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവന് ഒരു ബാലസിംഹം പോലെയാണ്. ബാലസിംഹത്തിന്റെ സ്വഭാവമാണ് അവനുള്ളത്. 9-ാമത്തെ വാക്യത്തിലുണ്ട് 49. ഇനി 13-ാമത്തെ വാക്യത്തില് ഈ സെബലൂണ് എപ്പോഴും ഇങ്ങനെ ബീച്ചിൽ പോകാൻ ഇഷ്ടമുള്ള ആളാണ്. ബീച്ചിൽ പോകാനാണ്. അപ്പോൾ ബീച്ചാണ്. ഏത് സമയത്ത് കടപ്പുറത്ത് പോയി കിടക്കാൻ അവസരം കിട്ടിയാലും ആ വിധത്തിൽ എന്ത് ചെയ്യുന്ന സ്വഭാവമുള്ളവനാണ്. ബീച്ചിൽ പോകാൻ ഇഷ്ടമുള്ളവനാണ് സെബലൂൺ അല്ലേ? അവൻ്റെ പാർപ്പൊക്കെ അവിടെയാണ്. ഇസാക്കർ അസ്ഥിബലമുള്ള കഴുത എന്ന് പറഞ്ഞാൽ പുറംകാലം കൊണ്ട് എന്ത് ചെയ്യും? അടിക്കുക. ഇവരുടെയൊക്കെ സ്വഭാവമാണ് ഞാനീ പറഞ്ഞത്. ഞാൻ എന്നിട്ട് ഇതിലേക്ക് വരാം. അസ്ഥിബലമുള്ള കഴുത. ഈ കഴുത അതിൻ്റെ ആക്രമണം നടത്തുന്ന പുറംകാലം കൊണ്ട് എന്ത് ചെയ്യുന്ന? അതിൻ്റെ പുറകെ പോയി നിന്ന് നോക്കണം അല്ലേ? എപ്പോഴാണ് അടി കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ പുറംകാല് കൊണ്ട് അടിക്കുന്ന സ്വഭാവമാണ് ആരുടെ സ്വഭാവം? ഇസാക്കറിൻ്റെ സ്വഭാവം. അടുത്തത് ദാനാണ് അല്ലേ? ദാനെ കുറിച്ച് പറഞ്ഞ 17-ാമത്തെ വാക്യത്തിൽ അവന് വഴിയിൽ ഒരു പാമ്പും അതുപോലെ സർപ്പവും എന്നൊക്കെ, പാമ്പിൻ്റെയും സർപ്പത്തിൻ്റെയും ഒക്കെ സ്വഭാവം ഉള്ളവനാണ് ആര്? ഗാദ് അല്ലേ? ഗാദ്. ദാന് എന്ന് പറയുന്നത്. ഗാദ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് 19-ാമത്തെ വാക്യത്തിലാണ്. അവനെ ആരെങ്കിലും ഞെരുക്കി അവനും എന്ത് ചെയ്യും? ഞെരുക്കും അല്ലേ? അവനെ ആരെങ്കിലും ഞെരുക്കി അവനും എന്ത് ചെയ്യും? ഞെരുക്കും. വിട്ടുകൊടുക്കത്തൊന്നുമില്ല. സ്തോത്രം. എന്നെ തൊട്ട് കളിച്ചാൽ ഞാനും എന്ത് ചെയ്യും? അങ്ങനെയുള്ള സ്വഭാവമുള്ള, എന്നെ തൊട്ട് കളിച്ചാൽ ഞാനും എന്ത് ചെയ്യും? തൊടും. ആ സ്വഭാവം. എന്നെ ആരെങ്കിലും ഞെരുക്കിയാൽ ഞാനും എന്ത് ചെയ്യും? ഞെരുക്കും. ആ സ്വഭാവമുള്ളവനാണ് ഗാദ് എന്ന് പറയുന്നത്. ഇനിയും ആശേർ, അവനിച്ചിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം. ശാപ്പാട് പ്രിയനാണ് ആര്? ആശേർ. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലുണ്ട്. സ്തോത്രം. അപ്പോൾ അവൻ ശാപ്പാട് ഉണ്ടാക്കുകയും ചെയ്യും, ശാപ്പാട് കഴിക്കുകയും ചെയ്യും. ആ സ്വഭാവമുള്ളവനാണ് ആശേർ. സ്തോത്രം. ഇനി നഫ്താലി
അവന് സ്വതന്ത്രരാ, ഇൻഡിപെൻഡൻ്റാ അല്ലേ. IPC അല്ല, ചർച്ചക്കോടും അല്ല, ഷാരോനും അല്ല, അവന് ഇൻഡിപെൻഡൻ്റാ. ഇങ്ങനെ സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യണം, നടക്കണം. ഇൻഡിപെൻഡൻ്റ് സ്വഭാവം ഏതാ എന്ന് ചോദിച്ചാൽ കെട്ടുറപ്പൊന്നുമില്ല. ഏതെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന സ്വഭാവമുള്ളവനാണ് ആരെന്ന് പറയുന്നത്, നഫ്താലി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇച്ചിരി ഗുണമുള്ളതാരാ, ജോസഫ, ഫലപ്രദമായ വൃക്ഷം എന്നൊക്കെ നമുക്ക് വായിപ്പാൻ കഴിയുന്നു. ബെന്യാമീൻ്റെ സ്വഭാവത്തെക്കുറിച്ച് 27-ാമത്തെ വാക്യത്തിലുണ്ട്, അവൻ കടിച്ചു കീറുന്ന ചെന്നായ. അപ്പം ഇങ്ങനെ ഈ 12 ടൈപ്പുകളാണ്, 12 ടൈപ്പുകളാണ്. സ്തോത്രം. അപ്പോൾ ഇവർ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് എന്താണ്? പ്രയാസമുള്ള കാര്യമാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത്, ഒരുത്തൻ എഴുന്നേൽക്കുമ്പോൾ മറ്റൊരുത്തൻ കിടക്കും, ഒരുത്തൻ എഴുന്നേൽക്കാൻ പറയുമ്പോൾ മറ്റൊരുത്തൻ എന്ത് ചെയ്യും, ഇരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതായ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. ഒരുമിച്ച് നിന്ന് ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല, നടത്തത്തില്ല. ഒരുമിച്ച് നിന്ന് ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല, നടത്തത്തില്ല. അപ്പോൾ ഇവരെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉള്ളവരാണ്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ തകർച്ചയുടെ, അപ്പോൾ ഒരു കുടുംബം ഒരുമിച്ച് നിന്നാൽ ആ കുടുംബത്തെ തകർക്കാൻ ആർക്കും കഴിയത്തില്ലെന്നേ. സ്തോത്രം. അല്ലേ, ഒരു സഭ ഒരുമിച്ച് നിന്നാൽ ആ സഭയ്ക്കെതിരെ ഒരു ദുഷ്ടശക്തിയും പോരാടി ജയിക്കാൻ ഇടയായി തീരത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ ആത്മീക ഐക്യതയുള്ളവരായി. ഇത് പഴയ നിയമത്തിലെ സഭയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പഴയ നിയമത്തിലെ സഭ ഒരു കുടുംബത്തിലെ 12 മക്കൾ, ആ മക്കളുടെ ഗോത്രങ്ങൾ ചേർന്നതാണ് പഴയ നിയമത്തിലെ സഭ. ഇവർ ഒരുമിച്ച് നിന്നാൽ നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി, അവർ ദൈവത്തെ അനുസരിച്ച് ഒരുമിച്ച് നിന്നാൽ നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി എത്ര വലിയതാണെന്ന് അറിയാമോ? ഒരു ശക്തിക്കും അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പലപ്പോഴും അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം ഇവരുടെ ഐക്യതയില്ലായ്മയും ഇവരുടെ കെട്ടുറപ്പില്ലായ്മയായിരുന്നു അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് എന്ത് കാരണമായി തീർന്നത്. ഈ സീസര 900 ഇരുമ്പ് രഥങ്ങൾ കൊണ്ട് 20 വർഷം അവരെ എന്ത് ചെയ്തു, ഒതുക്കിയിട്ടു അല്ലേ. 20 വർഷം അവരെ ഒതുക്കിയിട്ടു. ആ സമയത്ത് ദെബോരയ്ക്ക് ഒരു ദൈവിക വെളിപ്പാടുണ്ടായി, ഒരു ദൈവിക ആലോചന ഉണ്ടായി. ബാരാക്കിനെ വിളിച്ച് യുദ്ധത്തിന് വേണ്ടി പോകാനായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയാണ്. ആ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ഇവരിൽ ഈ സ്തോത്രം സെബുലൂൺ പ്രാണനെ ത്യജിച്ച് അവിടെ നിന്നു, യുദ്ധകളത്തിൽ നിന്നു അല്ലേ. സെബുലൂൺ പ്രാണനെ ത്യജിച്ചു. നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ എന്ത് ചെയ്തു, നിന്നു. എന്നാൽ അതേസമയം യുദ്ധത്തിന് വരേണ്ട രൂബേൻ ആലോചന യോഗം നടത്തിക്കൊണ്ടിരുന്നു അല്ലേ. രൂബേൻ അവരുടെ അവിടെയൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ദെബോരയുടെയും ബാരാക്കിൻ്റെ പാട്ടിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ആ പാട്ട്. രൂബേൻ ആലോചന യോഗം നടത്തിക്കൊണ്ടിരുന്നു. ദാൻ കപ്പലുകൾക്കരികെ എന്ത് ചെയ്തിരുന്നു, പാർത്തു. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതെ ഇരുന്നു. അപ്പോൾ നഫ്താലിയും സെബുലൂണും പോർക്കളമേടുകളിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ കൂടെ ആ യുദ്ധത്തിൽ എന്ത് ചെയ്യേണ്ടുന്നവരാണ്, ഇറങ്ങി പുറപ്പെടേണ്ടതാണ്. ചിലർ ആലോചന യോഗം നടത്തിക്കൊണ്ടിരുന്നു, ചിലർ കപ്പലുകളുടെ ഇടയിൽ പാർത്തു, മറ്റുള്ളവർ സമുദ്രതീരത്ത് എന്ത് ചെയ്തു, പാർത്തു. അവരൊക്കെ അവരവരുടെ വഴിക്ക് എന്ത് ചെയ്തു, പോയി. പക്ഷേ ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഹല്ലേലൂയ ദബോരയിൽ കൂടെ കേട്ട ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ഹല്ലേലൂയ ബാരാക്ക് പുറപ്പെട്ടപ്പോൾ സെബുലൂനും നഫ്താലിയും അവർ പോർക്കളമേടിൽ നിന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ ആരെല്ലാം അനങ്ങാതെ ഇരുന്നാലും. അതിൻ്റെ 5-ന്റെ 13-ാമത്തെ നമ്മൾ വായിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 13-ാമത്തെ 2 ഗോത്രങ്ങൾ ഒരുമിച്ച് നിന്നുള്ളെങ്കിലും അതിനകത്ത് ദൈവം ഇറങ്ങി വന്ന് അവർക്ക് ജയം കൊടുക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ ആരെല്ലാം അനങ്ങാതിരുന്നാലും നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടേണ്ടുന്നവരാ. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഒരാരാധന എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിന്ന് പോരാടുന്ന അനുഭവമാണ് വിശുദ്ധി ആരാധന എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ചു പേര് മാത്രം ആരാധിക്കുകയും കുറച്ചു പേര് മിണ്ടാതെ ഇരിക്കുകയും കുറച്ചു പേർക്ക് തോന്നിയതുപോലെ വരികയും തോന്നിയതുപോലെ പോവുകയും ചെയ്യാനുള്ള ഒരനുഭവമല്ല വിശുദ്ധി ആരാധന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജനം ഒരുമിച്ച് നിന്ന് പോരാടേണ്ടുന്ന പ്രിയപ്പെട്ടവരാണ്.
സ്തോത്രം. ഇന്ന് പകൽവേളയിൽ ഹല്ലേലൂയ ശത്രു പലപ്പോഴും 20 വർഷമായിട്ട് അവരുടെ നന്മയെ അപകരിച്ച് അവന്റെ ഇരുമ്പ് രഥങ്ങൾ കൊണ്ട് ഹല്ലേലൂയ തന്റെ ജനത്തെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. അവരുടെ നന്മകൾ ഒന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ അവരായിരിക്കുന്ന അനുഭവത്തിൽ ഒരു ദബോരയ്ക്ക് ദൈവത്തിന്റെ ആലോചന കേട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ കുറെ പേര് ഉണ്ടായിരിക്കുക. പകൽവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവമക്കൾ ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ, ഒരുമിച്ച് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ദുഷ്ടശക്തി ഇല്ലെന്ന് എത്ര പഴയ നിയമത്തിൽ അക്ഷരികമായ യുദ്ധമായിരുന്നെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആത്മാവിൽ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, ഇന്ന് പകൽവേളയിൽ നമുക്ക് അക്ഷരികമായ യുദ്ധമല്ല. നമ്മുടെ പോരാട്ടം പഴയ നിയമത്തിലെ സീസരയോ അതുപോലെ ഹല്ലേലൂയ യാബീനോ ഒന്നുമല്ല. ഇന്ന് പകൽവേളയിൽ അതിനേക്കാൾ വലിയ ദുഷ്ടശക്തിയാണ് നമുക്കെതിരെ പോരാടുന്നത്. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു ജയം ലഭിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ അനങ്ങാതെ ഇരിക്കരുത്, മിണ്ടാതെ ഇരിക്കരുത്, മൗനമായിരിക്കാനുള്ള സമയമല്ല. ഇത് ആത്മാവിൽ പോരാടി ജയിക്കേണ്ടുന്ന സമയമാണ്. ഹല്ലേലൂയ, ആത്മാവിൽ പോരാടി ജയിക്കേണ്ടുന്ന സമയമാണ്. ചില സീസരകൾ തകരപ്പെടേണ്ടതായിട്ടുണ്ട്, ചില യാബീന്റെ ശക്തികൾ തകരപ്പെടേണ്ടതായിട്ടുണ്ട്, അവന്റെ ഇരുമ്പ് രഥങ്ങൾ തകരപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്നലകളിൽ നിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച ചില ഇരുമ്പ് രഥങ്ങൾ തകരപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു ജയം ആഗ്രഹിക്കുന്ന സകല ദൈവത്തിന്റെ മക്കളും യേശുവിന്റെ രക്തത്താലും വചനത്താലും, യേശുവിന്റെ രക്തത്താലും വചനത്താലും ഇന്ന് പകൽവേളയിൽ ഹല്ലേലൂയ ജയമെടുക്കട്ടെ, ആത്മാവിൽ പോരാടി ജയമെടുക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിന്നതാണ്. ഒരുമിച്ച് നിന്ന് ഹല്ലേലൂയ യെരിഹോവിന്റെ മുമ്പിൽ ഒരുമിച്ച് നിന്ന് ആർപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. അല്ലേ, ഒരു കാലത്ത് യെരിഹോവിന്റെ കോട്ടയുടെ മുമ്പാകെ ഒരുമിച്ച് നിന്ന് ആർപ്പിട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ശക്തമായ യെരിഹോവിന്റെ കോട്ട അവരുടെ മുമ്പിൽ ഇടിഞ്ഞു വീണ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ജയം ലഭിക്കും. ഇന്ന് പകൽവേളയിൽ രക്തം കൊണ്ട്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് നിന്ന് കാഹളം ഊതുമ്പോൾ ആരെയാ പേടിക്കുന്നത്? ആരെയാ ഭയപ്പെടുന്നത്? നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന എത്ര വലിയ വൻമതിലിന്റെ ശക്തികളെയും താഴെയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് നിന്ന് കാഹളം ഊതുമ്പോൾ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുമെന്ന്, നിനക്ക് തകർക്കാൻ കഴിയാത്തതിനെ തകർക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര നാളുകളായി നിനക്കെതിരെ നിൽക്കുന്ന വൻ ശക്തികളായാലും ഇന്ന് പകൽവേള ഒരു ജയം തരാൻ എന്റെ ദൈവം ശക്തിയുള്ളവനായ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇവരെ അവരുടെ ചില അനുഭവങ്ങൾ കൂടെ വേഗത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഇവർ സാധാരണക്കാരല്ലെന്നേ. ഇവരെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് യാക്കോബിൻ്റെ പുത്രന്മാരെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരെക്കുറിച്ച് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 4-ന്റെ 22-ാമത്തെ വാക്യം. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. ഓക്കെ, യാക്കോബിന്റെ പുത്രന്മാരെന്നൊക്കെ പറയുമ്പോഴും ദൈവം അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, പുറകിലറ്റം ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ ദൈവം അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദിജാതനാണ്, എൻ്റെ ആദിജാതനാണ്. പ്രിയമുള്ളവരെ, ആ വാക്കിനൊക്കെ അർത്ഥമുണ്ട്. ചുമ്മാതൊന്നും കർത്താവ് ദൈവം പറഞ്ഞിരിക്കുന്നതല്ല. യാക്കോബിന്റെ പുത്രന്മാരായിരിക്കാം നിങ്ങൾ, പക്ഷേ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ മക്കളായിരിക്കാം. പക്ഷേ ദൈവം എന്നെ നിങ്ങളെ കാണുന്നത് ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ആദിജാത. അങ്ങനെ വേദപുസ്തകത്തിൽ വാക്കിയല്ലേ? എൻ്റെ മുമ്പത്തെ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ആ എബ്രായ ലേഖനം 12-ാമത്തേത്
24-ാമത്തെ വാക്യം, അതിന്റെ തൊട്ട് മുകളിലുള്ള 23-ാമത്തെ വാക്യം ആദ്യജാതന്മാരുടെ സഭ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ വേളയിൽ നമ്മൾ ആദ്യജാതന്മാരുടെ സഭയാണ് പ്രിയമുള്ള. ആരുടെ? ദൈവത്തിന്റെ ആദ്യജാതന്മാരുടെ സഭയാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊക്കെ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവം പറയുന്നത് ഇസ്രായേൽ ആരാണ്? എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതനാണെങ്കിൽ പ്രിയമുള്ളവരെ ഇരട്ടി അവകാശത്തിന് യോഗ്യനാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നമ്മോട് എല്ലാവരോടും ഇടപെടാൻ പോകുക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ആദ്യജാതനാണെങ്കിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അല്ലെങ്കിൽ അപ്പൻ്റെ ഇരട്ടി അവകാശത്തിന് അവർ എന്താണ്? യോഗ്യതയുള്ളവരാണ്. എന്നാൽ എന്താ സംഭവിച്ച? ആദ്യജാതനെ അവരുടെ ബാല്യകാലത്തിൽ തളച്ചിട്ടിരുന്ന അനുഭവമുണ്ട്. എവിടെ തളച്ചിട്ടത്? മിസ്രയീമിൽ തളച്ചിട്ടു. വാക്യം ഹോശിയ പ്രവചനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഹോശിയ പ്രവചനം 11:1 വേഗം വായിച്ചോ. ഹോശിയ പ്രവചനം 11:1. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ വാക്യം വായിച്ചത് യേശുവിനോടുള്ള ബന്ധത്തിൽ. സമയം അങ്ങോട്ട് പോകാൻ. പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ, 1-ാമത്തെ വാക്യം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ എന്ത് ചെയ്തു? എല്ലാവരും പ്രാർത്ഥനയോടെ നോക്ക്. ഇസ്രായേൽ അവ ദൈവത്തിന്റെ ആദ്യജാതനാണ്, ദൈവത്തിന്റെ പുത്രനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ അവകാശത്തിന് യോഗ്യരാണ്. ഇന്ന് പകൽ വേളയിൽ അവകാശത്തിന് യോഗ്യരായ ഈ ദൈവത്തിന്റെ ആദ്യജാതനെ, ദൈവത്തിന്റെ പുത്രനെ, ദൈവത്തിന്റെ സന്തതിയെ മിസ്രയീമിൽ 400-ൽ പരം വർഷം അവരുടെ ബാല്യകാലത്ത് ഫറവോനും അവന്റെ സൈന്യവും അവിടെ തളച്ചിട്ടിരുന്ന അനുഭവമുണ്ട്. എന്നാൽ അവർ അവിടെ കിടക്കേണ്ടുന്നവരല്ല. ഹോശിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യപ്രകാരം ഞാൻ മിസ്രയീമിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ അവനെ വിളിച്ചു. ഇന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഇന്ന് പകൽ വേളയിൽ ശത്രുവിനറിയാം നിനക്കൊരവകാശമുണ്ടെന്ന്. ശത്രുവിനറിയാം നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നിനക്കൊരവകാശമുണ്ടെന്ന് ശത്രുവിനറിയാം. ആ അവകാശം ഞാൻ നിങ്ങൾ പ്രാപിക്കാതിരിക്കത്തക്ക നിലയിൽ ഇന്ന് പകൽ വേളയിൽ നിന്നെ എത്ര കാലം തളച്ചിടാൻ കഴിയുമോ അത്ര കാലം നിന്നെ തളച്ചിടുന്ന ഒരു പൈശാചിക ഫറവോന്യ മണ്ഡലമുണ്ട്. ഇന്ന് പകൽ വേളയിൽ അത് തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ മക്കൾ കണ്ണുനീരോടെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മിസ്രയീമിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ പുറത്തു കൊണ്ടുവന്നു. എത്ര വലിയ ശത്രു തളച്ചിട്ടാലും എൻ്റെ കർത്താവ് വിളിക്കുമ്പോൾ നീ പുറത്തു വരാനിടയായി തീരും. ഏത് ശത്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് യേശുവിലേക്ക് നമ്മൾ വന്നാൽ അന്ന് ഫറവോനെ തളച്ചിട്ടിരുന്നെങ്കിൽ യേശുവിൻ്റെ ബാല്യകാലത്ത് ഹല്ലേലൂയ അവൻ മിസ്രയീമിലേക്ക് പോകേണ്ടി വന്നു അല്ലേ? അന്ന് ഹെരോദ നിമിത്തം അവൻ എവിടേക്ക് പോകേണ്ടി വന്നു? യേശുവിൻ്റെ ബാല്യകാലത്ത് അവൻ മിസ്രയീമിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ പ്രവചനം യേശുവിൽ ആപ്റ്റാകുന്നത് ദൈവത്തിന് സ്തോത്രം. കാരണം അവൻ അവകാശം പ്രാപിക്കേണ്ടുന്നവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ യൗവനത്തിൽ എന്ത് സംഭവിച്ചു? യൗവനത്തിൽ എന്ത്? ബാല്യകാലത്തിലെ കാര്യമോ? ബാല്യകാലത്ത് മിസ്രയീമിൽ അവനെ തളച്ചിട്ടു. എന്നാൽ എൻ്റെ കർത്താവ് അവനെ വിളിച്ചു. ദൈവം അവനെ വിളിച്ച് ഹല്ലേലൂയ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ എൻ്റെ ദൈവം കണ്ടതാണ്. എന്നാൽ നമ്മുടെ ബാല്യകാല ശത്രുവിനാൽ തളയ്ക്കപ്പെട്ട് കിടന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽവേളയിൽ നമുക്ക് കൃപയാൽ പറയാൻ കഴിയും, എൻ്റെ കർത്താവിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. ശത്രുവിൻ്റെ അടിമത്തത്തിൽ തന്നെ പുറത്തു കൊണ്ടുവന്നു എന്ന് ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ സാത്താൻ്റെ വലിയ അടിമത്തത്തിൽ നിന്ന് എന്നെയും നിങ്ങളെ തമ്പുരാൻ വിളിച്ച് അവൻ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ സീസൺ, നമ്മുടെ അവസ്ഥകൾ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. പുറത്തു കൊണ്ടുവന്ന യൗവനത്തിൽ ദൈവം അവരെ എങ്ങനെയാണ് നടത്തിയെന്നറിയാമോ? ആവർത്തന പുസ്തകം 32-10 വാക്യം. ആവർത്തന പുസ്തകം 32-10. ഞാനിത് എല്ലാം ഇങ്ങനെ അടുക്കടുക്കായിട്ടാണ് പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. 32-10. താൻ അവനെ
മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവനെ എന്ത് ചെയ്തു? സൂക്ഷിച്ചു. വായിച്ചോ. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിൽ അവനെ എന്ത് ചെയ്തു? ഇന്ന് പകൽ വേളയിൽ ഹല്ലേലൂയ, ബാല്യത്തിൽ ശത്രുവിന്റെ അടിമത്തത്തിലായിരുന്നെങ്കിൽ അവന്റെ യൗവനത്തിൽ ദൈവം അവനെ മരുഭൂമിയിൽ കൂടെ നടത്തി. മരുഭൂമി എന്ന് പറയുന്നത് ചൂടേറിയ മരുഭൂമിയാണ്. അഗ്നിസർപ്പവും തേളും ഹല്ലേലൂയ ഒക്കെ ഉള്ളതായ വെള്ളമില്ലാത്ത മരുഭൂമിയാ. പക്ഷേ എൻ്റെ ദൈവം അവരെ യൗവനത്തിൽ മരുഭൂമിയിൽ കൂടെ നടത്തിയപ്പോൾ അവർക്കൊന്നും മുട്ടില്ലാതെ അത്ഭുതങ്ങൾ ചെയ്ത് വെള്ളത്തിന് വെള്ളം കൊടുത്ത് മാറാ മധുരമാക്കി, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് ഹല്ലേലൂയ ശക്തിമാന്മാരുടെ ആഹാരം ഭക്ഷിച്ച് അവർ ജീവിച്ചു. അഗ്നിസർപ്പങ്ങളെ ദൈവം ശാസിച്ചു. തേളുകളുടെ വാലിന്റെ ശക്തി അവൻ ചാലൽ ചുരുട്ടിക്കെട്ടി. ഇന്ന് പകൽ വേളയിൽ അവരെ ജയത്തോടെ നടത്തി. അത്ഭുതങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു മരുഭൂമിയിൽ കൂടെയുള്ള അവരുടെ യൗവനത്തിലെ കാലഘട്ടം. സ്തോത്രം. അവരുടെ യൗവനത്തിൽ ഇന്ന് പകൽ വേളയിൽ ശത്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിളിച്ച് ഈ മരുയാത്രയിൽ നമ്മെ നടത്തുകയാ. ആ മരുയാത്രയിൽ നിനക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നിന്നെ സഹായിപ്പാൻ എൻ്റെ കർത്താവ് ശക്തിയുള്ള ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ മാറായുടെ അനുഭവം വരുമ്പോൾ അതിനെ മധുരമാക്കാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന്. നിന്റെ ജീവിതത്തിൽ ആവശ്യ ഭാരങ്ങൾ വരുമ്പോൾ നിന്നെ സഹായിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഇടയിൽ ഒരു ബലഹീനനം ഉണ്ടായിരുന്നില്ല. ബലഹീനത വരുമ്പോൾ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ. നമ്മുടെ യൗവനകാലമായത്, നമ്മുടെ യൗവനകാലമായത്. ഇന്ന് പകൽ വേളയിൽ ആ യൗവനകാലത്തിൽ നമ്മുടെ ജീവിതത്തെ അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ നമ്മെ നടത്തുന്ന ഒരു ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽ വേളയിൽ ദൈവത്തിന് ഒക്കെ തിരിച്ചറിഞ്ഞ് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരട്ടെ. യേശുവിന്റെ ജീവിതത്തിലെ ബാല്യകാലം ഹല്ലേലൂയ ഹെരോദാവിനാൽ ഹല്ലേലൂയ ഉള്ള ഉപദ്രവ നിമിത്തം അവൻ മിസ്രയീമിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. യൗവനകാലത്ത് അവനെ അത്ഭുതങ്ങളിൽ അടയാളങ്ങളിൽ കൂടെ തമ്പുരാൻ അവനെ നടത്തി. അവനിൽ കൂടി അത്ഭുതം നടക്കത്തക്ക നിലയിൽ, അടയാളങ്ങൾ നടക്കത്തക്ക നിലയിൽ ദൈവം അവനെ നടത്താനിടയായി തീർന്നു. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ ഓർപ്പിക്കുന്ന ഒരു യൗവനകാലം സ്തോത്ര ഇസ്രായേൽ മക്കൾക്ക് നൽകി. എന്തിനാ യൗവനകാലം അത്ഭുതങ്ങളിൽ കൂടെ അടയാളക്കൂടെ നടത്തിയേ? നീ മരുഭൂമിയിൽ എന്നും ജീവിക്കേണ്ടുന്നവനല്ല. നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. ഇന്ന് പകൽവേള നിനക്ക് എന്തുണ്ട്? ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആ ദൈവം നിന്നെ ഈ മരുഭൂമിയിൽ കൂടെ നടത്തുന്നത്. ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടത്തിയിട്ട് അവസാനം യോർദാൻ വിഭാഗിച്ച് അവരെ വാഗ്ദത്ത നാടായ കനാനിൽ അവരുടെ അവകാശത്തിലേക്ക് ദൈവം എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ബാല്യകാലം, അവരുടെ ബാല്യകാലം മിസ്രൈമിലായിരുന്നു, അവരുടെ യൗവനകാലം മരുഭൂമിയിലായിരുന്നു. ഇനി അവർക്കൊരു അവകാശമുണ്ട്. ആ അവകാശത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയാ എൻ്റെ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിയത്, മരുഭൂമിയിൽ കൂടെ നടത്തിയത്. എന്നും മരുഭൂമിയല്ല, എന്നും മരുഭൂമിയല്ല. നിനക്കൊരവകാശമുണ്ട്. ഇന്ന് പകൽ വേളയിൽ നമ്മുടെ മരുയാത്ര ഹല്ലേലൂയ എന്നും മരുയാത്രയല്ല, നമുക്കൊരവകാശമുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നമുക്കൊരു അവകാശമുണ്ട്. ആ അവകാശത്തിലേക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ ആദിജാതന്മാരാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിശ്ചയമായിട്ടും അവൻ തൻ്റെ അവകാശത്തിലേക്ക് നമ്മെ എന്ത് ചെയ്യും? കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നത്തേതിൽ യോർദാൻ കടത്തി. സ്തോത്രം. അവരെ വാഗ്ദത്ത നാടായ ഖനാനിൽ ദൈവം എത്തിച്ചു. 31ഓളം നാട്ടുരാജ്യങ്ങളെ കല്ല് പെറുക്കി കളയുന്ന പോലെ ആ രാജാക്കന്മാരെയും ആ ജാതികളെയും ദൈവം നീക്കിയിട്ട് തമ്പുരാൻ അവരെ അവിടെ എന്ത് ചെയ്തു? നട്ടു. അവർക്ക് ആ ദേശത്തെ ദൈവം എന്ത് ചെയ്തു? അവകാശമായി കൊടുത്തു. എന്നാൽ ആ ദേശത്തിലെ നന്മ അനുഭവിച്ച് ദൈവത്തിൻ്റെ അവകാശത്തിൽ അവർ പാർക്കുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് അവരെ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് യൗവനകാലത്തിൽ മരുഭൂമിയിൽ കൂടെ നടത്തി അവരെ അവകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ അവർ ഗ്രാജുവലായിട്ട് മറന്നു. ആ മറന്ന അനുഭവത്തെ കുറിച്ച് തമ്പുരാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ
ഹല്ലേലൂയ. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് എന്ത് ചെയ്തിരിക്കുന്നു? മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ മരുഭൂമിയിൽ കൂടെ നടത്തി നമ്മെ കൊണ്ടുവരുന്ന ദൈവത്തെ ഒരിക്കലും നമ്മൾ മറക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മളൊരു അവകാശം പ്രാപിക്കാനുള്ളവരാണ്. ലഭിച്ച അവകാശങ്ങളൊന്നും നഷ്ടമാകാൻ ഇടയാകരുത് ഇന്ന് പകൽ വേളയിൽ. അതുകൊണ്ട് അവർ ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരിലേക്കൊക്കെ പോയതുകൊണ്ട് ദാനിലും ബേഥേലിലും ഒക്കെ അവര് യാഗപീഠമൊക്കെ പണിത് മറ്റ് പലതിനെയും അവർ ആരാധിച്ചത് കൊണ്ട് തമ്പുരാൻ അവരെ അടിച്ചു. തമ്പുരാൻ അവരെ എന്ത് ചെയ്തു? ഇന്ന് പകൽ വേളയിൽ ദൈവം നമുക്ക് തന്ന ഏത് അവകാശവും, സ്തോത്രം, ആ അവകാശത്തിൽ നിലനിൽക്കാൻ ഞാൻ നിങ്ങൾ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തമ്പുരാൻ അടിച്ചാൽ നമ്മൾ ചുരുണ്ടുപോകും. തമ്പുരാൻ അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ചുരുണ്ടുപോകും. തമ്പുരാൻ കടിച്ചു കയറിയാൽ ഹല്ലേലൂയ നമുക്ക് രക്ഷപ്പെടാൻ പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ദൈവം അടിച്ചാൽ ദൈവം അനുവദിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എഴുന്നേൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവം കടിച്ചു കയറിയാൽ അവൻ്റെ അനുവാദമില്ലാതെ, അവൻ തൊടാതെ നമ്മൾ ജീവിക്കുകയും ഇല്ല. നമ്മുടെ ആരോഗ്യത്തെ തമ്പുരാൻ അടിച്ചാൽ അവന് മാത്രമേ പണിയാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സാമ്പത്തിക മേഖലയെ തമ്പുരാൻ അടിച്ചാൽ അവന് മാത്രമേ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയത്തുള്ളന്നേ. നമുക്ക് ചിലപ്പോൾ നമുക്ക് സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ സ്വാധീനത്തെ തമ്പുരാൻ അടിച്ചാൽ ഇന്ന് പകൽ വേളയിൽ അവന് മാത്രമേ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയത്തുള്ളൂ. നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയും നമുക്ക് ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, എനിക്ക് ജോലിയുണ്ട്. ഇന്ന് പകൽ വേള ഏത് മേഖലയാണ് എൻ്റെ തമ്പുരാൻ അടിക്കാൻ പറ്റാത്തത്? ഞാനൊരു നെഗറ്റീവ് പറയുകയല്ല പ്രിയമുള്ളവരെ. ഒന്നിലും നമ്മൾ പ്രശംസിക്കരുത്, ഒന്നിലും പുകഴ്ന്ന് നമ്മൾ ദൈവത്തെ മറന്നു പോകരുത്. ഹല്ലേലൂയ. ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തെ തൊടാൻ എൻ്റെ ദൈവത്തിന് അധികം സമയം വേണ്ട. ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യത്തെ തൊടാൻ അധികം സമയം വേണ്ട. സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തിനെ തൊടാൻ അധികം സമയം വേണ്ട. എൻ്റെ തമ്പുരാൻ അടിക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. അതുകൊണ്ട് നിഗളിക്കാതെ ഹല്ലേലൂയ ഭയത്തോടെ ദൈവത്തെ സേവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരും തയ്യാറാകട്ടെ. ഹല്ലേലൂയ. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ജീവിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽ വേളയിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവരെ കൊണ്ടുവന്ന് അവരെ വിളിച്ചിറക്കി അവരെ യൗവനത്തിൽ അത്ഭുതങ്ങളിൽ കൂടെ നടത്തി അവരെ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നു. അതുകൊണ്ട് തമ്പുരാൻ അവരെ അടിച്ചു, അവരെ എന്ത് ചെയ്തു? കടിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ദൈവം എത്ര കരുണയുള്ളവനാണെന്നറിയാം. നമ്മുടെ മക്കളെ അടിക്കുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അല്ലേ? ചാകാൻ വേണ്ടിയാണോ അടിക്കുന്നത്? അല്ല. സ്നേഹമുള്ളവർ മക്കളെ എന്ത് ചെയ്യും? വഴിയെ പോകുന്നവരെയൊന്നും നമ്മൾ പിടിച്ചടിക്കാറില്ലല്ലോ, അല്ലേ? ഇങ്ങോട്ട് വാടാ രണ്ടടി കൊണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞ് നമ്മളാരെയും അങ്ങനെ പിടിച്ചടിക്കാറില്ലല്ലോ, അല്ലേ? അവരെന്തോ തെറ്റ് കാണിച്ചാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധരക്ഷണില്ല. കാരണം അവർ എങ്ങനെയാകട്ടെ, നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇതുപോലെ എൻ്റെ ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. അടിക്കുമ്പോഴും അവന് സ്നേഹമുണ്ട്. ഈ അടി കൊണ്ടിട്ട് കുറച്ച് പേര് അശൂരിലേക്ക് അടിമകളായിപ്പോയി. കുറച്ച് പേര് ബാബിലോണിലേക്ക് എന്ത് ചെയ്തു? അടിമകളായിപ്പോയി. എല്ലാം തകർന്ന് ശൂന്യമായി. ലഭിച്ച അവകാശങ്ങളെല്ലാം നഷ്ടമായി, അല്ലേ? എല്ലാ അവകാശങ്ങളും നഷ്ടമായി. നമുക്ക് ചരിത്രം അറിയാവുന്നവരാണ്. എല്ലാ അവകാശങ്ങളും നഷ്ടമായി. അവർ പ്രവാസത്തിലേക്ക് വീണ്ടും പോകേണ്ടി വന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം പറയാണ്, നീ എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. നീ എന്നും തകർന്നു കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ വേള തകർച്ചയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് കഴിയും. സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ഏത് തകർച്ചയിൽ നിന്നും ഹല്ലേലൂയ എത്ര കടിച്ചു കീറിപ്പോയ അനുഭവത്തിൽ നിന്നും ജീവിപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും.
ഹല്ലേലൂയ. അനുതാപമുള്ള ഹൃദയമാണ് അതിനാവശ്യമായിരിക്കുന്നത്. അനുതാപമുള്ള ഹൃദയത്തോട് ദൈവത്തിങ്കിലേക്ക് ഇന്ന് പകൽവേളയിൽ മടങ്ങി വന്നാൽ ദൈവമായ കർത്താവ് പറയുക, നീ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ മേൽ യഹോവയുടെ തേജസ് ഉദിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇന്ന് പകലിൽ ഹല്ലേലൂയ കർത്താവ് ഒരു കാര്യം അരുളി ചെയ്താൽ അവൻ ശീഘ്രത്തിൽ വേഗത്തിൽ അത് നിർവഹിക്കാൻ, തക്ക സമയത്ത് അത് നിർവഹിക്കാൻ ശക്തിയുള്ളവനായ ദൈവമാണ്. ഈ തകർച്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് യെഹെസ്കേൽ പ്രവചനം 37-ാമത്തെ അധ്യായത്തിൽ അസ്ഥിത്താഴ്വരകളുടെ കാര്യം. അസ്ഥികൾ ചിതറിക്കിടക്കുന്നത് പോലെ അടികൊണ്ട് കടിച്ചു കീറപ്പെട്ട് ബന്ധങ്ങൾ വിട്ട് അവർ ചിതറിക്കിടക്കുന്ന അനുഭവത്തിൽ നിന്നും എൻ്റെ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, തൻ്റെ വചനം അയച്ച് അവരെ ജീവനിലേക്ക് എൻ്റെ ദൈവം കൊണ്ടുവന്നു. ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി ഒരു പ്രവാചകനെ അയച്ചിട്ട് അസ്ഥി താഴ്വരകളെ നടത്തിയിട്ട്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, ഹല്ലേലൂയ, എനിക്കറിയത്തില്ല, ഹല്ലേലൂയ, കാരണം അത് തകർന്നു കിടക്കുക. പ്രിയമുള്ളവരെ, മനുഷ്യർ നോക്കുമ്പോൾ നീ തകർന്നു കിടക്കുന്ന അനുഭവമായിരിക്കാം. എന്നാൽ എൻ്റെ ദൈവം പറയുന്നു, തക്ക സമയത്ത് ഞാൻ ജീവിപ്പിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. തക്ക സമയത്ത് ഞാനത് നിർവഹിക്കാൻ, ഞാനൊരാലോചന പറഞ്ഞെങ്കിൽ തക്ക സമയത്ത് ഞാനത് നിർവഹിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. എത്ര തകർന്നു കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരാൻ തക്ക ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. ദൈവത്തിന് തക്ക സമയം അവൻ തീർച്ചയായിട്ടും ശീഘ്രമായിട്ട് അവരെ മടക്കി കൊണ്ടുവരുന്ന ദൈവമാണ്. ഇത്രയും നാൾ ദീർഘകാലത്തെ പ്രോസസ്സായിരുന്നു. എന്നാൽ തമ്പുരാൻ എഴുന്നേറ്റ് നിന്നെ പ്രകാശിപ്പിക്കുക ഒറ്റ നിമിഷം കൊണ്ടാണ്. ശീഘ്രമായിട്ട് ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടക്കുമെന്നേ. ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ നീ വിചാരിക്കുന്ന പോലെ ദീർഘസമയങ്ങൾ എടുക്കത്തില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി, ശ്രദ്ധിച്ചേ സഹോദരി, ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ ശീഘ്രത്തിൽ ചിലത് നമുക്ക് വേണ്ടി ചെയ്യും. എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് ദൈവ ശീഘ്രത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എത്ര വർഷത്തെ പാരമ്പര്യം, എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്നുള്ളതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ ശീഘ്രത്തിൽ അവൻ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് സെക്കറിയാവിനോട് പറഞ്ഞ ആ വാക്കുകൾ ഈ സെക്കറിയാവിന് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് സെക്കറിയാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, തക്ക സമയത്ത് നിവർത്തിയാകുവാനുള്ള ഈ വചനം നീ വിശ്വസിക്കാതെ കൊണ്ട് നീ ഓമനായിട്ട്. അപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിലെ അനുഭവം നോക്കിയാൽ ആ തക്ക സമയത്ത് അന്ന് നടക്കുമല്ലോ എന്നൊന്നും അവർക്കറിയത്തില്ല. പക്ഷെ ദൈവ ശീഘ്രത്തിൽ കാര്യങ്ങൾ ചെയ്യും. എല്ലാ ദൈവമക്കളും ദൈവത്തെ സ്തുതിക്കാം. എന്നോട് ദൈവം അരുളി ചെയ്ത വചനങ്ങൾ നിവർത്തിയാകാൻ ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. ആ തക്ക സമയമാകുമ്പോൾ എൻ്റെ ദൈവം വേഗത്തിൽ ശീഘ്രത്തിൽ, എല്ലാവരും ആ വാക്യം ഒന്ന് പറഞ്ഞ്, ശീഘ്രത്തിൽ എൻ്റെ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എല്ലാ ദൈവമക്കളും അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, യേശുവേ. ആരും ഇതിനകത്ത് മൗനമായി ഇരിക്കരുത്. എവിടെയെങ്കിലുമൊക്കെ ദൈവത്തെ വിട്ടുപോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ മടങ്ങി വരാനുള്ള സമയമാണ്. ഹല്ലേലൂയ. അടി കൊള്ളുന്നതിന് മുമ്പ് മടങ്ങി വരാനുള്ള അവസരമുണ്ട്. അടി കൊണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ വേളയിൽ ഏൽപ്പിച്ചു കൊടുത്ത് മടങ്ങി വരാനുള്ള സന്ദർഭമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടി കൊള്ളാതെ മടങ്ങി വരുന്നത് ഏറ്റവും അനുയോജ്യം. അടി കൊണ്ട് തകർച്ചയിൽ പോയിട്ട് മടങ്ങി വരുന്നതിനേക്കാൾ നല്ലത് ഇന്ന് പകൽ വേളയിൽ അടി കൊള്ളാതെ മടങ്ങി വരുന്നതാണ്. മടങ്ങി വന്നാൽ ശീഘ്രത്തിൽ ചിലത് നമുക്ക് വേണ്ടി ചെയ്യും. മുടങ്ങിക്കിടക്കുന്നത് ചിലത് നമുക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ വെട്ടി വഴി തുറന്നു തരും. ഇന്ന് പകൽ വേളയിൽ എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ നമ്മുടെ എല്ലാവരോടും ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. നീ ആശ്രയിക്കുന്ന മനുഷ്യർക്കൊന്നും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ എവിടെയൊക്കെ ആശ്രയം വെച്ചാൽ അവർക്കൊന്നും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും. എൻ്റെ ദൈവം അരുളി ചെയ്ത് അവൻ നിറവേറ്റുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞ് നിറവേറ്റുന്ന ദൈവമാണ്. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ നടുവിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തട്ടെ. എല്ലാവരും ദൈവത്തോട് അല്പനിമിഷം നമ്മൾ എല്ലാവരും മൗനമായിരിക്കാതെ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യും.
യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. നീ പ്രകാശിക്കേണ്ടുന്നവനാ, നീ ശോഭിക്കേണ്ടുന്നവനാ, നീ ശോഭിക്കേണ്ടുന്നവളാ, നീ പ്രകാശിക്കേണ്ടുന്നവളാ, നീ എഴുന്നേറ്റ് നിൽക്കേണ്ടുന്നതാ. എന്നാൽ ഹല്ലേലൂയ, അടികൊണ്ട് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽവേള എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവ് ശക്തിയുള്ള ദൈവമാണ്. എല്ലാവരും ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, നാളെയല്ല ഇപ്പോൾ തന്നെ ശീഘ്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ചു